ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഡിസംബർ 28 കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ. ഞാൻ ഓർക്കാറില്ല, പക്ഷേ ഇപ്പോൾ ഓർക്കുകയാണ്. എനിക്ക് പട്ടം കിട്ടിയത് ഡിസംബർ 28-നാണ്. 1989 ഡിസംബർ 28-ന് ഈ കുഞ്ഞിപ്പൈതങ്ങൾ കർത്താവിനോട് കൊല്ലപ്പെട്ട ദിവസമാണ് എനിക്ക് പട്ടം കിട്ടിയത്. രക്തസാക്ഷിയായിട്ട് മരിക്കണമെന്നാണ് എൻ്റെ മോഹം. വർഷങ്ങളായിട്ട് ഒരു 30-ലേറെ വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എല്ലാ ദിവസവും മുടങ്ങാതെ പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, രക്തസാക്ഷിയായിട്ട് മരിക്കാൻ, ശരിക്കും രക്തസാക്ഷിയായിട്ട് മരിക്കാൻ കൃപ നൽകണമേ എന്ന്. അത് കർത്താവിൻ്റെ കൃപയാണ്. ഈ കുഞ്ഞിപ്പൈതങ്ങൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആ സംഭവം ബൈബിളിലുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അത് 2-ാമത്തെ അധ്യായം 13 മുതൽ 18 വരെ വാക്യങ്ങളാണ്. നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് അതിലെ 2-3 കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മാലാഖ യോസഫിനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കുക. ഹേറോദസ് ശിശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഉടനെ അവനെ അന്വേഷിക്കാൻ തുടങ്ങും. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി രാത്രിയിൽ തന്നെ പുറപ്പെട്ട് ഈജിപ്തിലേക്ക് പോയി. ഹേറോദസിൻ്റെ മരണം വരെ അവൻ അവിടെ പാർത്തു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്ത് നിവൃത്തിയാകാൻ ഇടയായി. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹേറോദസ് രോഷാകുലനായി. ജ്ഞാനികളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെയും 2 വയസ്സും അതിൽ താഴെയുമുള്ള ആൺകുട്ടികളെയെല്ലാം ആളയച്ച് വധിച്ചു. ഇങ്ങനെ യെരേമിയ പ്രവാചകൻ മുഖേന അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയായി. റാമായിൽ ഒരു സ്വരം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. അവർ ജീവിച്ചിരിക്കാത്തതിനാൽ ആശ്വാസം കൈക്കൊള്ളാൻ അവൾ വിസമ്മതിച്ചു. ആൺകുട്ടികളെയെല്ലാം, ബേത്ലഹേമിലും ചുറ്റുവട്ടത്തുള്ള ആൺകുട്ടികളെയെല്ലാം വധിച്ചു. മഹാനായ ഹേറോദസ് എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഈ ഹേറോദസ്. അദ്ദേഹത്തിൻ്റെ ചില മക്കളെക്കുറിച്ച് നമുക്കറിയാം. ഹേറോദസ് അന്തിപ്പാസ്, ഹേറോദസ് ഫിലിപ്പ്, ഹേറോദസ് അർക്കലാവസ് ഇദ്ദേഹത്തിൻ്റെ മക്കളാണ്. അപ്പോൾ മഹാനായ ഹേറോദസ്, ഇദ്ദേഹത്തിൻ്റെ ക്രൂരതയ്ക്ക് അനേകം പേർ ഇരയായിട്ടുണ്ട്. യഹൂദായിലെ പ്രഭു കുടുംബങ്ങളിലെ 45 പേരെ രാജ്യദ്രോഹ കുറ്റം ചാർത്തി ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞിട്ടുണ്ട് ഈ മഹാനായ ഹേറോദസ്. പല ഭാര്യമാരിൽ നിന്നായി വളരെയധികം മക്കളുണ്ടായിരുന്നു ഹേറോദസിന്. 1-ാമത്തെ മറിയാമേ എന്ന ഭാര്യയിലുണ്ടായ മക്കളായ അലക്സാണ്ടർ, അരിസ്റ്റോബുലുസ്, മറിയാമയുടെ അമ്മ അലക്സാന്ദ്ര എന്നിവരെ BC 7 ഈ മഹാനായ ഹേറോദസ് കൊന്നുകളഞ്ഞു. അതായത് മറിയാമ എന്ന ഭാര്യയിലുണ്ടായ 2 മക്കളാണ് അലക്സാണ്ടർ, അരിസ്റ്റോബുലുസ്. 2 പേരും കൊന്നു. ഈ മറിയാമയുടെ അമ്മയായ അലക്സാന്ദ്രയെ അവളെയും കൊന്നു BC 7. അതായത് കർത്താവ് ജനിക്കുന്നത് BC 2-ലാണ്. അതിന് 5 വർഷങ്ങൾക്ക് മുമ്പ്. തൻ്റെ അധികാര കസരയ്ക്ക് ഭീഷണിയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അവരെ മൃത്യുവിൻ്റെ താണ്ഡവത്തിന് ഹേറോദസ് വിട്ടുകൊടുത്തത്. ഇതുമയക്കാരി ദോറിസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് മഹാനായ ഹേറോദസിൻ്റെ മറ്റൊരു ഭാര്യയാണ്. ആ ദോറിസിലുണ്ടായ, ഇതുമയ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പെണ്ണാണ്. ആ ദോറിസിലുണ്ടായ മകൻ അന്തിപ്പാത്തർ മൂന്നാമൻ. അന്തിപ്പാത്തർ 2-ാമനാണ് മഹാനായ ഹേറോദസിൻ്റെ അപ്പൻ. ഈ ദോറിസിലുണ്ടായ മകനാണ് അന്തിപ്പാത്തർ 3-ാമൻ. ഈ രാജ്യദ്രോഹ കുറ്റം തന്നെ ആരോപിച്ചിട്ടാണ് അവനും കൊന്നുകളഞ്ഞു. സ്വന്തം മകനെയാണ് പറയണേ, ഈ ദോറിസ് എന്ന ഭാര്യയിലുണ്ടായ മകനെ. അത് സംഭവിച്ചത് BC 4 നമ്മുടെ കർത്താവിശ്വം ജനിക്കുന്നതിന് 2 വർഷം മുമ്പ്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മറിയാമേ, 2-ാമത്തെ മറിയാമേ. ആദ്യത്തെ മറിയാമയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. 2-ാമത്തെ മറിയാമേ എന്ന് പറയുന്ന ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ, 10 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു ഈ 2-ാമത്തെ മറിയാമേ. അവൾക്കൊരു കാമകനുണ്ടെന്ന് കരുതപ്പെട്ടു. ഈ മറിയാമ്മയെ കൊന്നു, അവൾക്ക് കാമുകരുണ്ടെന്ന് കരുതിയിട്ട് ആ മറിയാമ്മയുടെ ആങ്ങള, അതായത് സ്വന്തം അളിയൻ യോസഫ്, അയാളെയും ഹേറോദസ് കാലപുരിക്ക് അയച്ചു. ചോദ്യം ചെയ്യലോ വിചാരണയോ ഒന്നും ഉണ്ടായില്ല. ഈ പട്ടിക ഇങ്ങനെ നീണ്ടു പോകും. ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിഷ്ഠൂരരായ ഭരണാധികാരികളുടെ ഇടയിലാണ് ഹേറോദസിൻ്റെ സ്ഥാനം. ബേത്ലഹേമിലെ ആൺകുട്ടികളെ വധിച്ച കൂട്ടത്തിൽ തൻ്റെ സ്വന്തം ഒരു മകനെയും വധിച്ചുവെന്നാണ് മിക്ക ഗ്രന്ഥകാരന്മാരുടെയും സാക്ഷ്യം. തൻ്റെ സിംഹാസനത്തിന് ഭീഷണിയാകുമെന്ന് കണ്ട വേറെ 3 മക്കളെയും ഹേറോദസ് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഗസ്റ്റസ് സീസർ ഈ മഹാനായ ഹേറോദസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അത് ഗ്രീക്കിൽ നല്ല പ്രാസമുണ്ട്. ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്ക് പറയാം, എന്നിട്ട് ഗ്രീസിലെ ആ വാക്കുകൾ പറയാം. ഈ ഹേറോദസിൻ്റെ പന്നിയായി ജനിക്കുന്നതാണ് അയാളുടെ മകനായി ജനിക്കുന്നതിനേക്കാൾ ഭേദം. ഹേറോദസിൻ്റെ പന്നിയായി ജനിക്കുന്നതാണ് അയാളുടെ മകനായി ജനിക്കുന്നതിനേക്കാൾ ഭേദം. ഇതാരാ പറഞ്ഞത്? അഗസ്റ്റസ് സീസർ. കാരണം മക്കളായി ജനിച്ചാൽ കൊല്ലപ്പെടും. അത്രയും ക്രൂരനാണ്.
നരനായാട്ടിൻ്റെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അരമന എന്നാണ് സാക്ഷ്യം. നരനായാട്ടിൻ്റെ വേട്ടയാടൽ കേന്ദ്രം. ഈ പ്രാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ, പന്നി എന്നതിന് ഗ്രീക്കിൽ ഹ്യൂസ് എന്നാണ്. ഹ്യൂസ് HUS അല്ലെങ്കിൽ HYS, ഹ്യൂസ്. ഈ മകൻ എന്നുള്ളതിന് ഹുയോസ്. അപ്പോൾ ഹ്യൂസ് എന്ന് പറഞ്ഞാൽ പന്നി, ഹുയോസ് എന്ന് പറഞ്ഞാൽ മകൻ. അപ്പോൾ ഹെറോദസിൻ്റെ ഹ്യൂസ് ആയി ജനിക്കുന്നതാണ് ഹുയോസ് ആയി ജനിക്കുന്നതിനേക്കാൾ ഭേദം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രാസം. ഹെറോദസിൻ്റെ ഹ്യൂസ് ആയി ജനിക്കുന്നതാണ് ഹെറോദസിൻ്റെ ഹുയോസ് ആയി ജനിക്കുന്നതിനേക്കാൾ ഭേദം. ഹെറോദസിൻ്റെ പന്നിയായി ജനിക്കുന്നതാണ് ഹെറോദസിൻ്റെ മകനായി ജനിക്കുന്നതിനേക്കാൾ ഭേദം, പുത്രനായി ജനിക്കുന്നതിനേക്കാൾ ഭേദം. കാരണം പുത്രനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൊട്ടാരത്തിൽ വെച്ച് കൊല്ലപ്പെടാം. അധികാരത്തിൻ്റെ ഭാഷയിൽ മാത്രമേ അദ്ദേഹം ചിന്തിച്ചുള്ളൂ. രാജകീയ സിംഹാസനത്തിൽ ഒരു അവകാശി ജനിച്ചിരിക്കുന്നുവെന്ന് ജ്ഞാനികൾ നൽകിയ വാർത്ത അദ്ദേഹത്തെ പരിഭ്രാന്തനാക്കി. അങ്ങനെ ഒരു ഭീഷണി ഇല്ലാതാക്കാൻ അദ്ദേഹം നേരിട്ടോ കുറുക്ക് വഴിയിലൂടെയോ എന്തൊക്കെ ചെയ്യുമായിരുന്നോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുമായിരുന്നില്ല. കാരണം അത്രമാത്രം അധികാരഭ്രാന്ത് പിടിച്ച ഒരാളായിരുന്നു ഈ മഹാനായ ഹെറോദസ്. ഈ ബേത്ലഹേമിലെ ഈ നിഷ്കളങ്ക കുഞ്ഞുങ്ങളെയാണ് ആദ്യത്തെ ക്രിസ്തീയ രക്തസാക്ഷികളായി സഭ പരിഗണിക്കുന്നത്. പക്ഷെ ഇവർക്കൊന്നും പേരില്ലാത്തത് കൊണ്ട് പ്രോട്ടോ മാർട്ടർ, പ്രഥമ രക്തസാക്ഷിയായിട്ട് എസ്തഫാനസിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരിക്കും ഈ നിഷ്കളങ്ക കുഞ്ഞുങ്ങളാണ് രക്തം കൊണ്ട് മാമോദിസ സ്വീകരിച്ച് ആദ്യത്തെ ക്രിസ്തീയ രക്തസാക്ഷികളായത്. ക്രിസ്തുവിന് വേണ്ടിയാണ് അവർ മരിച്ചത്. ഞാൻ ഇത്രയും പറയുമ്പോൾ ചിലരെങ്കിലും ഇച്ചിരി അഡ്വാൻസിൽ പഠിച്ചിട്ടുള്ളവർ വിചാരിക്കും, ഈ ചില ദൈവശാസ്ത്രന്മാർ പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? ഫ്ലാവിയസ് ജോസഫസ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെയും പൗലോസിൻ്റെയൊക്കെ സമകാലികനായ ഒരു യഹൂദ ചരിത്രകാരനാണ്. അദ്ദേഹം ഈ സംഭവം വർണ്ണിച്ചിട്ടില്ല. അദ്ദേഹം വർണ്ണിക്കാത്തത് കൊണ്ട് ഇത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത്. അതൊരു വളരെ വിചിത്രമായ വാദഗതിയാണ് അല്ലേ? ഈ യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് എല്ലാ കാര്യങ്ങളും വർണ്ണിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അദ്ദേഹം വർണ്ണിച്ചില്ല എന്ന് കരുതിയിട്ട് ഈ മത്തായി പറഞ്ഞ സംഭവം അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത കഥയാണെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അത് ശരിയായ ഒരു വാദഗതി അല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതായത് ബൈബിളിന് പുറത്ത് ഇതിന് തെളിവില്ലെന്നാണ് അവർ പറയണേ. ബൈബിളിന് പുറത്ത് തെളിവില്ല എന്ന് കരുതി ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നുണയാവുമോ? അതെങ്ങനെ ശരിയാക്കണേ? അതെന്ത് വാദഗതിയാണ്? ഈ റുഡോൾഫ് പെഷ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ വാക്കുകൾ നസറത്തിൽ യേശു 3-ാമത്തെ വാല്യത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. വളരെ ഗംഭീരമാണ് വ്യാഖ്യാനം ഈ റുഡോൾഫ് പെഷിൻ്റെ. ഞാനതൊന്ന് വായിക്കാം. മിശിഹ രാജാവിൻ്റെ ആഗമനമോ ജനനമോ ആസന്നമായിരിക്കുന്നുവെന്ന വിശ്വാസം അക്കാലത്ത് ആദിമ നൂറ്റാണ്ടിൽ അന്തരീക്ഷത്തിൽ ഘനീഭവിച്ച് നിന്നിരുന്നു. ഞാൻ ഒന്നുകൂടി വായിക്കാം. മിശിഹ രാജാവിൻ്റെ ആഗമനമോ ജനനമോ ആസന്നമായിരിക്കുന്നു എന്ന വിശ്വാസം അക്കാലത്ത് അന്തരീക്ഷത്തിൽ ഘനീഭവിച്ച് നിന്നിരുന്നു. എവിടെയും ഒറ്റിക്കൊടുക്കലും ശത്രുതയുമാണ് സംശയാലുവായ ഏകഛത്രാധിപതിയായ ഈ ഹെറോദസ് മണത്തത്. എവിടെയും ഒറ്റിക്കൊടുക്കലും ശത്രുതയും, അതാണ് ഈ മക്കളെയും ഭാര്യമാരെയൊക്കെ കൊന്നു കളഞ്ഞതിന് കാരണം. അദ്ദേഹത്തിൻ്റെ രോഗഗ്രസ്തമായ മനസ്സിനെ നവജാത ശിശുക്കളെ വധിക്കുക എന്ന തീരുമാനത്തിലേക്ക് നയിക്കാൻ വളരെ അവ്യക്തമായ കിംവദന്തിയുടെ തീപ്പൊരി മാത്രം മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗഗ്രസ്തമായ മനസ്സിനെ ശിശുക്കളെ വധിക്കുക എന്ന തീരുമാനത്തിലേക്ക് നയിക്കാൻ വളരെ അവ്യക്തമായ ഒരു കിംവദന്തിയുടെ തീപ്പൊരി മാത്രം മതിയായിരുന്നു. അതിനാൽ ബേത്ലഹേമിലെ ഈ നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്ന രാജകൽപ്പനയിൽ അസാധ്യമായി അതൊന്നുമില്ല. അതുകൊണ്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഈ ചില ദൈവശാസ്ത്രന്മാരുണ്ട്, എറണാകുളത്തൊക്കെ കാണും നിങ്ങൾ. അങ്ങനെയുള്ളവരോട് പറയാനായിട്ട് ബൈബിളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ വ്യാഖ്യാനമല്ല, ബൈബിളിലുണ്ട്, അത് സത്യമായ കാര്യമാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള ആർജവത്വം നമ്മൾ കാണിക്കണം. ഈ സംഭവം നടന്നു, ചരിത്രത്തിൽ നടന്നു. എത്ര പേരാണ് കൊല്ലപ്പെട്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. കുട്ടികൾ എത്ര പേരെ നമുക്ക് അറിഞ്ഞുകൂടാ. ബേത്ലഹേമിൽ ചുറ്റുവട്ടത്തുള്ള കുഞ്ഞുങ്ങൾ, 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ആ സംഭവത്തിന് മത്തായി കൊടുക്കുന്നൊരു വ്യാഖ്യാനമുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ ഒരു വചനം വെച്ചിട്ട്, റാമായിൽ ഒരു സ്വരം, റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് കരയുന്നു. അതാണ് പറഞ്ഞു പോകുന്നത്. അവളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല, കാരണം അവിടെ കുഞ്ഞുങ്ങളൊന്നും ജീവിച്ചിരിപ്പില്ല. യിരെമ്യാ 31-ാം വാക്യമാണ് മത്തായി ഇവിടെ എഴുതിയിരിക്കുന്നത്. യെരൂസലേമിൽ നിന്ന് വടക്ക് 8 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് റാമ. യെരൂസലേമിൽ നിന്ന് വടക്ക് 8 കിലോമീറ്റർ അകലെ.
യാക്കോബിൻ്റെ ഭാര്യയുടെ പേരാണ് റാഹേൽ. ഇവിടെ അവൾ ഇസ്രായേലിലെ എല്ലാ അമ്മമാരെയും പ്രതിനിധാനം ചെയ്യുന്നു. യാക്കോബ് അല്ലേ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാർ. അപ്പോൾ റാഹേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയുടെ ഭാര്യമാർ എന്നർത്ഥം. യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ, പക്ഷേ യാക്കോബ് ഇസ്രായേലിൻ്റെ രാഷ്ട്രപിതാവാണ്. അപ്പോൾ അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയരുടെ അമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാർ എന്നൊക്കെ അർത്ഥം. BC 8-ാം ശതാബ്ദത്തിൽ അസീറിയക്കാർ ഉത്തര ഇസ്രായേൽ രാജ്യം കീഴടക്കി. യെശയ്യാ 10:29, ഹോശയ്യ 5:8 കാണാം. 6-ാം ശതകത്തിൽ ബാബിലോണിയക്കാർ ദക്ഷിണ യഹൂദ രാജ്യത്തെയും കീഴടക്കി. യഹൂദയിലെ ജനങ്ങളെ ബാബിലോണിയയിലേക്ക് അടിമകളായി വലിച്ചിഴച്ച് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകാനായി യഹൂദന്മാരെ ഒരുമിച്ച് കൂട്ടിയ അവസാനത്തെ ഒരു കേന്ദ്രമായിരുന്നു റാമ. യിരെമ്യ 40:1 അത് കാണാം. പലരും കൊല്ലപ്പെട്ടു. പലരെയും ബലപ്രയോഗത്താൽ അടിമകളും അഭയാർത്ഥികളുമാക്കി. അന്ന് പലരെയും റേപ്പ് ചെയ്തു, അല്ലേ, ബലാത്സംഗം ചെയ്തു. അന്ന് റാമയാണെങ്കിൽ ഇപ്പോൾ ബേത്ലഹേമിലാണ് കൂട്ടക്കുരുതിയുടെയും ബലപ്രയോഗത്തിനെയും ഇടം. അന്ന് റാമായിൽ വെച്ചിട്ടാണ് ഈ കൂട്ടക്കുരുതിയും ബലാത്സംഗവും പിന്നെ എന്താ പറയുക ബലപ്രയോഗവും എല്ലാം നടത്തിയത്. ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്യുന്ന യേശു അഭയാർത്ഥിയായി ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈ ബാബിലോണിലേക്ക് അടിമകളായി യഹൂദന്മാരെ കൊണ്ടുപോയതുപോലെ യഹൂദനായ ഈശോയെ അഭയാർത്ഥിയായി ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണ്. സ്വാഭാവികമായിട്ടും ഈ യിരെമ്യ പ്രവാചകന്റെ കാലത്തുണ്ടായ അതേ അനുഭവമാണ് ഇപ്പോൾ യേശുവിൻ്റെ കാലത്ത്. അപ്പോൾ റാഹേൽ, ഇസ്രായേലിലെ സ്ത്രീകൾ, അമ്മമാരും ഭാര്യമാരും, ആ റാഹേൽ കരയാണ്. ആ കരച്ചിലൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ. ബൈബിളിലെ ഒരു പാരമ്പര്യം അനുസരിച്ച് ബേത്ലഹേമിലാണ് റാഹേലിൻ്റെ കബറിടം. അവിടെ വെച്ച് അവൾ കഠിന വേദനയാൽ ബെന്യാമിനെ പ്രസവിച്ചുവെന്നും എഴുതിയിട്ടുണ്ട്. പ്രസവിച്ച ഉടനെ അവൾ മരിക്കുകയും ചെയ്തു. ഉൽപ്പത്തി 35:17-19. എന്നാൽ അത് ഉൽപ്പത്തിയുടെ കാലത്ത്, അതായത് യാക്കോബിൻ്റെ കാലത്ത്, BC ക്രിസ്തുവിന് മുമ്പ് ഒരു 19-ാം നൂറ്റാണ്ടോ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയണേ. യിരെമ്യ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ BC 6-ാം ശതകമാണ്. അപ്പോൾ ഒരു 13 നൂറ്റാണ്ട് കഴിഞ്ഞു. യിരെമ്യ പ്രവാചകന്റെ കാലയളവിൽ ബെന്യാമിൻ്റെയും എഫ്രായിമിൻ്റെയും അതിർത്തിയിലായിരുന്നു റാഹേലിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്തിരുന്നത്. അതായത് റാഹേലിൻ്റെ മക്കളുടെ ഗോത്രാതിർത്തിയിലാണ് അവരുടെ കല്ലറ പണിതിരുന്നത്. 1 ശമൂവേൽ 10:2, ജോഷുവ 18:25 കാണാം. പിന്നീടാണ് ഈ കബറിടം തെക്കോട്ട് നീക്കി ബേത്ലഹേമിൻ്റെ സമീപ പ്രദേശത്ത് സ്ഥാപിച്ചത്. യിരെമ്യയുടെ പ്രവചനത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഈ 31-ാം അധ്യായം നമ്മൾ 15-ാം വാക്യമാണ് മത്തായി എഴുതുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പിലും പുറകിലൊക്കെ വായിച്ചാൽ ചില പ്രത്യാശകളൊക്കെ ഉണ്ടായിരുന്നു, പ്രസാദാത്മക കാര്യങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ പ്രവാചകൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് ആത്മവിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്ന വചനമുണ്ട് അവിടെ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പരിപാലിക്കുകയും ചെയ്യും. കർത്താവ് യാക്കോബിന് മോചനദ്രവ്യം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്നു. അവന് എതിർത്ത് നിൽക്കാനാകാത്ത ബലിഷ്ഠകരങ്ങളിൽ നിന്ന് അവനെ കർത്താവ് രക്ഷിച്ചിരിക്കുന്നു. അവന് സ്വയം എതിർത്ത് നിൽക്കാനാകാത്ത ബലിഷ്ഠകരങ്ങളിൽ നിന്ന് അവനെ കർത്താവ് രക്ഷിച്ചിരിക്കുന്നു. യിരെമ്യ 31:10-11. 15 മത്തായി എഴുതണേ. അതിന് തൊട്ട് മുമ്പ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് പ്രവാചകൻ. ഈ തിരുവചനം പക്ഷേ മത്തായി എടുത്ത് എഴുതിയില്ല. അതായത് പ്രസാദാത്മക കാര്യങ്ങളുണ്ടല്ലോ, അത് എഴുതിയില്ല. എന്തുകൊണ്ട് മത്തായി അത് എഴുതിയില്ല? അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? മനസ്സിൽ തേങ്ങലും നോവും ഉണ്ടാക്കുന്ന ഘോര വിലാപം മാത്രം മതി ഈ ഘട്ടത്തിൽ നിന്ന് മത്തായി തീരുമാനിക്കുകയാണ്. മനസ്സിൽ തേങ്ങലും നോവും ഉണ്ടാക്കുന്ന ഘോര വിലാപം മാത്രം മതി. അപ്പോൾ ആശ്വസിപ്പിക്കപ്പെടാനാകാതെ അമ്മമാർ നിൽക്കുന്നു. കരഞ്ഞ് കണ്ണീർ പറ്റിയ അമ്മമാർ, അടക്കിപ്പിടിച്ച വിതമ്പൽ മാത്രം. അവരുടെ ഉള്ളിലെ തീ അണയ്ക്കാൻ ഒന്നിനുമാകുന്നില്ല. അപ്പോൾ മത്തായിയുടെ തിരുവചന പതിപ്പിൽ ദൈവത്തോടുള്ള നിലവിളിയായി പ്രവചനം നിൽക്കുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ നമ്മുടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും നഷ്ടപ്പെട്ട ഓർത്താൽ മതി. എന്ത് പറഞ്ഞിട്ടാണ് അവരെ ആശ്വസിപ്പിക്കുക? ഘോര വിലാപം മാത്രമല്ലേ അവിടെയുള്ളത്? വിലപിക്കാൻ പോലുമില്ല. ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും പറ്റുമോ? അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യിൽ? അങ്ങനെ ഒരു അവസ്ഥയാണ് മത്തായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ദൈവത്തോടുള്ള നിലവിളിയായി ഈ പ്രവചനം നിൽക്കണമെന്ന് മത്തായി ആഗ്രഹിക്കുന്നു. ദൈവത്തോടുള്ള നിലവിളിയായി ഈ പ്രവചനം നിൽക്കണം. അതുകൊണ്ടാണ് ആ വചനത്തിന് മുമ്പിലുള്ള പ്രസാദാത്മക കാര്യങ്ങൾ എഴുതാതെ ഈ സങ്കടകരമായ കാര്യങ്ങൾ മാത്രം മത്തായി എഴുതി വെച്ചിരിക്കുന്നത്. ഇതുവരെയും എത്താത്തതും എന്നാൽ കാത്തിരിക്കുന്നതുമായ സാന്ത്വനത്തിന് വേണ്ടി
നിലവിട്ടവന്റെ വിളിയാണ് നിലവിളി. മനുഷ്യവംശത്തിന് ഈ മുറവിളിക്ക് ഉത്തരം നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിന് മാത്രം. വെറും വാക്കുകൾക്ക് അതീതമായ സാക്ഷാൽ സാന്ത്വനം എന്ന് പറയുന്നത് തിരുവുത്ഥാനം തന്നെയാണ്. മർമ്മഭേദകമായ മുറവിളിയിലും അവർ നശിപ്പിക്കപ്പെടാതെയും നിശബ്ദരാക്കപ്പെടാതെയും തെറ്റിനെ കീഴടക്കാൻ തിരുവുത്ഥാനത്തിനേ കഴിയൂ. നമ്മുടെ കാലയളവിലും എല്ലാ കാലയളവിലും ദൈവത്തെ വിളിച്ച് കരയുന്ന അമ്മമാരുടെ മുറവിളി അടങ്ങുന്നില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതേസമയം സാക്ഷാൽ സാന്ത്വനത്തിൻ്റെ പ്രത്യാശയെ ശക്തിപ്പെടുത്തുന്നത് യേശുവിന് ഉത്ഥാനമാണെന്ന സത്യം നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളില്ലാതിരുന്ന കുടുംബമായിരുന്നില്ല. പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞ വീടായിരുന്നു മറിയത്തിൻ്റേത്. വിവാഹസമ്മതം കഴിഞ്ഞു, മനസ്സമ്മതം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ വധു ഗർഭിണിയാകുക. ആ അവസ്ഥ ചിന്തിച്ചു വയ്ക്കാൻ നമ്മുടെ നാട്ടിൽ ഇല്ലേ? മനസ്സമ്മതം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോഴാണ് ഈ പെണ്ണ് ഗർഭിണിയാണെന്ന് കാണപ്പെടുക. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നല്ലോ മറിയം. വിവാഹമോചനം എന്ന കടുത്ത തീരുമാനം എടുക്കേണ്ടി വരുന്ന ഭർത്താവിൻ്റെ ധർമ്മസങ്കടം നോക്കൂ. കാര്യങ്ങൾ എന്താണെന്നറിയാതെ 2 വയസ്സ് പോലും തികയാത്ത ശിശുവിനെ കൊല്ലാൻ രാജാവ് തന്നെ കൽപ്പന കൊടുക്കുന്നതിൻ്റെ പ്രതിസന്ധി വേറെ. കുഞ്ഞിനെയും കൊണ്ട് അടിമത്തത്തിൻ്റെ നാട്ടിലേക്ക് അഭയാർത്ഥികളായി പോകേണ്ടി വരുന്ന വേദന. എന്തുമാത്രം അഭയാർത്ഥികളാണ് ഇപ്പോൾ നടക്കുന്നത് നോക്കിയേ. അഭയാർത്ഥികൾ തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ടാണ് ഇവർ പലരും അഭയാർത്ഥികളായത്. എന്നാൽ അവർക്ക് കുറ്റമില്ലെന്ന് ചോദിച്ചാൽ കുറ്റമുണ്ട് താനും. തങ്ങളുടെ മകനെ ഭ്രാന്താണ് എന്ന് നാട്ടുകാർ പറയുന്നു. ആരെക്കുറിച്ച്? ഈശോയെക്കുറിച്ച്. മർക്കോസ് 3:21. അപ്പോൾ മറിയത്തിനുണ്ടാകുന്ന വേദന എത്രമാത്രമായിരിക്കും? നിനക്ക് വട്ടാണ്, നിനക്ക് ഭ്രാന്താണ്. പൗലോസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വട്ടാണ്. നിഷ്കളങ്കരെങ്കിലും കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട മകൻ വധിക്കുന്നത് കാണേണ്ടി വരുന്ന അമ്മയുടെ വേദന. ഇങ്ങനെ നമുക്ക് പറഞ്ഞെങ്കിൽ ഇഷ്ടംപോലെ വേദനകളുണ്ട്. ഇങ്ങനെ രൂക്ഷമായ പ്രതിസന്ധികൾ നേരിട്ട ഒരു കുടുംബമാണ് തിരുക്കുടുംബം. അതായത് ഈ നമ്മൾ പറയുന്ന ഈ വയനാട്ടിലുണ്ടായതുപോലെയോ അതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അനുഭവിച്ചൊരു വീടാണ് ഈശോയുടെ വീട്. പിന്നെ അതെങ്ങനെയാണ് അവിടേക്ക് എന്താണ് ചെയ്തത്? അവർ ഒന്ന് ചെയ്തത് ദൈവത്തിങ്കിലേക്ക് ഉയർത്തി നിലവിളിക്കുക, സാന്ത്വനം നൽകാൻ കഴിവുള്ളതിനെ വിളിക്കുക, ദൈവത്തെ വിളിക്കുക. 1. 2, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുക. ദൈവഹിതം തിരിച്ചറിയുമ്പോൾ മറിച്ച് ഒരു തീരുമാനം ഞാൻ എന്തിനെടുക്കണം? ഞാൻ എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരം പറയട്ടെ. ഇപ്പം ഞാൻ ഈ പ്രസംഗം ഈ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ബോധം കെട്ട് വീണ് മരിക്കണം എന്നാണ് ദൈവഹിതം എന്ന് കരുതുക. ഞാൻ മറിച്ച് എന്തിനു ചിന്തിക്കണം? ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ബോധം കെട്ട് വീണ് മരിച്ചു പോകണം, ഈ നിമിഷം മരിച്ചു പോകണം എന്നാണ് ദൈവഹിതം എന്ന് കരുതുക. മറിച്ച് ഞാൻ എന്തിനു ചിന്തിക്കണം? ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ഹിതവും എൻ്റെ ഹിതവും ഒന്നാകുക. ദൈവം നല്ലവനാണ് എന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. 1. നമുക്ക് നന്മയാദ്യവും വരുത്തും. പക്ഷെ ആ നന്മ നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ കഴിയണമെന്നില്ല. പിന്നെ അവൻ നന്മ എന്ന് വിചാരിക്കുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം വെച്ചിട്ടല്ല, മറിച്ച് സ്വർഗീയ കാര്യങ്ങൾ കൂടി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ, ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ നന്മ തിരിച്ചറിയാൻ പ്രയാസമാണ്. മറിച്ച് അങ്ങനെ ഒരു അടിസ്ഥാന പീഠിക എന്ന് പറയുന്നത് തന്നെ അങ്ങേ ലോകം, സ്വർഗ്ഗലോകം, അവിടെ നിന്ന് ദൈവം മനുഷ്യനായി വന്നു, സ്വർഗത്തിൽ നിന്നും ഇവിടേക്ക് വന്നു, മനുഷ്യനായി വന്നു. ഈ ഒരു പീഠികയിലാണ് ബൈബിൾ സംസാരിക്കുന്നത് പോലും. അപ്പോൾ മറിച്ചൊരു ലോകം, ദൈവത്തിൻ്റെ ഒരു ലോകമുണ്ട്. ആ ലോകത്തിലും ഈ ലോകത്തിനും നന്മയായിട്ടുള്ളത് ഏത്? പിന്നെ മരണം അനിവാര്യമാണല്ലോ, മരണം അനിവാര്യമാണ്, നമ്മളിവിടുന്ന് പോയേ പറ്റൂ. അപ്പോൾ അങ്ങനെ പോകേണ്ടത്, മരണം എങ്ങനെയായാലും മരിക്കേണ്ടത് എങ്ങനെയായാലും ആവശ്യമാണ്. പോകേണ്ടത് എങ്ങനെ? അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. എപ്പോൾ പോകണം ദൈവമാണ് നിശ്ചയിക്കുന്നത്, എങ്ങനെ പോകണം ദൈവമാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതവും നമ്മുടെ ഹിതവും ഒന്നാണെങ്കിൽ അതാണ് വിശ്വാസം എന്ന് പറയണേ. നമ്മൾ മറിച്ചെന്ത് വിചാരിക്കണം. ഇതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറഞ്ഞത്, വിശ്വാസം നമ്മളെ ഈ വെയിറ്റ് ഇല്ലാത്തവരാക്കും, കനമില്ലാത്തവരാക്കും. നമ്മളെ മാലഖമാരെ പോലെ ആക്കുന്നതാണ് സഭാപിതാക്കന്മാർ പറഞ്ഞത്. മാലഖമാർക്ക് വെയിറ്റ് ഇല്ല, കനമില്ല, അവർക്കിങ്ങനെ ഉയർന്നു വരുന്ന പറക്കാം. ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ ഹിതമെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയും. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ പിടിച്ചു കെട്ടുന്ന ഈ ഗുരുത്വാകർഷണ വള്ളികൾ കുറവായിരിക്കും. ദൈവത്തിൻ്റെ ഹിതം തന്നെയാണ് നമ്മുടെ ഹിതമെങ്കിൽ നമ്മെ ഭൂമിയിലേക്ക് ഇങ്ങനെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ആ വള്ളികൾ വളരെ കുറവായിരിക്കും. നമുക്ക് പറക്കാൻ പറ്റും. പക്ഷേ ഈ പട്ടം പറക്കുന്ന പോലെ കൂടി ചിന്തിക്കണം. നമുക്ക് തിരുവചനത്തിൽ ആറാടി നിന്നുകൊണ്ടേ ഇത് ചെയ്യാൻ കഴിയും. അപ്പോഴേ ഉയർന്ന് പറക്കാൻ പറ്റൂ. തിരുവചനത്തിൽ ആറാടി നിൽക്കുന്ന ആ ചരട് നമുക്ക് വേണം. തിരുവചനം കട്ട് ചെയ്ത് കളയരുത്, വിശ്വാസം കട്ട് ചെയ്ത് കളയരുത്.
ഈ തിരുവചനത്തിൽ ഉറച്ചു നിന്ന് നമുക്ക് ഉയർന്ന് പറക്കാൻ കഴിയുന്ന മാലഖമാരെ പോലെ പറക്കാൻ കഴിയുന്ന അത്. അപ്പോൾ ഈ പറഞ്ഞ ദുരന്തങ്ങളൊക്കെ വേറൊരു തരത്തിലേക്കാണ്. നമ്മൾ ദുരന്തം എന്ന് പറയുന്നതിന് മറ്റൊരു വീക്ഷണം കിട്ടും, ഒരു പരിപ്രേക്ഷ്യം, ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയും. ആ വീക്ഷണകോണം ഉണ്ടാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കണേ. അപ്പോൾ ഈ നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ. നമുക്കിപ്പോൾ അറിയാം, എത്രയോ കുട്ടികളെ ഗർഭത്തിൽ വെച്ച് കൊന്നു കളയുന്നു. അങ്ങനത്തെ കുട്ടികളും ഇതുപോലെ കരയാണ്. അവരെ അങ്ങനെ നശിപ്പിക്കാണ്ട് നിർബന്ധിക്കുന്ന ആളുകളുണ്ട്, ഹെറോദസിനെ പോലെ കൊല്ലാനായിട്ട് പറയുന്നവർ. രാഷ്ട്രം ഒരു നിയമം ഉണ്ടാക്കി അബോർഷൻ തെറ്റല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അബോർഷൻ തെറ്റല്ലാതായിരിക്കുമോ? നാളെ ഒരു രാജ്യം ഒരാളെ മറ്റൊരാൾ കൊല്ലുന്നത് തെറ്റല്ലെന്ന് തീരുമാനിച്ചു വിചാരിക്കുക, ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആളെ കൊല്ലാം, വേറെ ആളെ കൊല്ലാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ കൊലപാതകം ന്യായമാകുമോ? ദേശരാഷ്ട്രങ്ങൾ, സർക്കാരുകൾ പല നിയമം ഉണ്ടാക്കും. അത് ദൈവചിന്ത ഉണ്ടായിട്ടൊന്നുമല്ല, പ്രായോഗികമായിട്ട് ചിന്തിക്കുക. ദൈവചിന്തയ്ക്ക് പലതും എതിരാണ് താനും. പലരും ഇല്ലേ ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ ദൈവചിന്തയ്ക്കും സത്യത്തിനൊക്കെ എതിരാണ്. പക്ഷേ ദേശരാഷ്ട്രം നമ്മൾ നിയമം വരുമ്പോൾ നമ്മൾ അത് പാലിക്കാൻ ബാധ്യസ്ഥരാകുന്നു. ഈ ഹെറോദസ് പറഞ്ഞ വെച്ചാൽ പട്ടാളക്കാരെല്ലാം കുട്ടികളെ കൊല്ലാൻ താല്പര്യമുണ്ടായിരുന്നവരാണോ? അല്ല. പക്ഷേ അനുസരിക്കാൻ ബാധ്യസ്ഥരായി. അങ്ങനെ സംഭവിച്ചു പോയി. അതിൻ്റെ കൂട്ടത്തിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ഈ മിസ്കാരേജ്. അത് മനഃപൂർവ്വം പറയല്ല, ദൈവമാണ് അബോർട്ട് ചെയ്യണേ. ദൈവം ഇല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ കുഞ്ഞിനെ തരാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം അതിനെ ഗർഭത്തിൽ ഉരുവാക്കിയത്? ഇത് ക്രൂരനായ ദൈവം എന്ന് പറയാൻ വേണ്ടിയിട്ട് പല ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണിത്, ഒരു പ്രതീകമാണിത്. ഈ കുഞ്ഞിനെ തരാൻ ആഗ്രഹമില്ലായിരുന്നെങ്കിൽ ദൈവം എന്തിനാണ് ഈ കുഞ്ഞിനെ ഈ ഗർഭത്തിൽ ഉരുവാക്കിയത്? ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനെയല്ലല്ലോ അത് തന്നെ സമീപിക്കേണ്ടത്. മറിച്ച് ആ ഭ്രൂണം അതിൻ്റെ ആദ്യത്തെ നിമിഷത്തിൽ തന്നെ മനുഷ്യക്കുഞ്ഞാണ്, അല്ലേ? പുറമെ നിന്നൊന്നും കയറ്റിയിട്ട് അല്ലല്ലോ ആ കുഞ്ഞുണ്ടാവുന്നത്. അത് മനുഷ്യക്കുഞ്ഞാണ്. അത് ഇങ്ങനെ വലുതായി വികസിച്ച് അത് മനുഷ്യക്കുഞ്ഞായി ജനിക്കുന്നു. അപ്പോൾ മനുഷ്യക്കുഞ്ഞാണത്. അമ്മയുടെ ഈ നമ്മുടെ വിരൽ പോലെയോ കണ്ണ് പോലെയുള്ള ഒരു ഭാഗമല്ലല്ലോ ഗർഭത്തിലെ കുഞ്ഞ്. അതൊരു വേറെ ജീവനാണ്. അപ്പോൾ വേറൊരു ജീവിയാണ്, വേറെ ജീവനാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അവർ മാലഖമാരെ പോലെ ആകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അവർ മാലഖമാരെ പോലെയാകുന്നു. അവർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഒരു കുഞ്ഞ് ഈ ഗർഭത്തിലായിരിക്കുമ്പോൾ അതിനെ ദൈവം മാലാഖിയെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോയി എന്ന് കരുതുക. നമ്മുടെ കുടുംബം അവിടെ റെപ്രസെൻ്റ് ചെയ്യാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ, നിങ്ങളുടെ മകനോ മകളോ സഹോദരനോ സഹോദരിയോ സ്വർഗത്തിൽ സിംഹാസനം ഭാഗം നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ സ്വർഗത്തിൽ. അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? നല്ല കാര്യമാണോ ചീത്ത കാര്യമാണ്? കുഞ്ഞ് പോയത് സങ്കടം തന്നെ. പക്ഷേ ഈ വീക്ഷണത്തിൽ വരുമ്പോഴോ എത്രയോ നല്ല കാര്യമാണ്. ആ കുഞ്ഞ് എന്തെല്ലാം നന്മകളാണ് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു സ്വർഗമെന്ന ചിന്ത ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്വർഗമെന്ന പീഠികയിൽ നിന്നുകൊണ്ടാണ് ദൈവരാജ്യം പ്രസംഗിക്കാനേ കർത്താവ് വന്നത്. ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണ്. ആ വിശ്വാസമുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇത് ഞാൻ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾക്ക് പോലും അത് സ്വീകാര്യമാണ്. കുട്ടികളൊക്കെ ചിലപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കും. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്. 8 വയസ്സുള്ളവർ, 9 വയസ്സുള്ളവർ, 6 വയസ്സുള്ളവർ സ്കൂളിൽ ചെല്ലുമ്പോൾ ചോദിക്കും. ഒരു ചോദ്യം, എൻ്റെ അമ്മയുടെ ഗർഭത്തിലായിരുന്ന എൻ്റെ അനുജനോ അനുജത്തിയോ ആകേണ്ട ആൾ മരിച്ചു പോയി, എന്തു ദൈവം ഇങ്ങനെ ചെയ്തു? ഞാൻ ഈ കാര്യം പറയുമ്പോൾ അവർ കണ്ണു നിറയും. പക്ഷേ എന്തൊരു സന്തോഷമാണ്. ഒരു ഹീലിംഗ് സംഭവിക്കുകയാണ്. ഇന്നർ ഹീലിംഗ് എന്ന് പറഞ്ഞ സംഗതി സംഭവിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾ 33 കോടി, അതായത് 200 കോടി ക്രിസ്ത്യാനികൾ, 33 കോടി ക്രിസ്ത്യാനികൾ ഈ മുസ്ലിമിൻ്റെ ആക്രമണത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു, ഒരുപാട് പേര്. അപ്പോൾ നമ്മൾ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളുടെ എണ്ണം കൂടി നമ്മൾ കണക്കാക്കണം നമ്മൾ മക്കളെ ജനിപ്പിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് 1 കൊച്ച് 2 കൊച്ച് ഒന്നും പോരാ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്ന അനേകം കുഞ്ഞുങ്ങൾ വേണം. അവർ കൊന്നൊടുക്കുന്നതിന് കാരണമുണ്ട്, 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ പോപ്പുലേഷൻ കൊണ്ട് ലോകത്തെ കീഴടക്കാമെന്ന് കരുതുന്നു. അത് വിജയിക്കില്ല, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കില്ല. 2, ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയ്ക്കാമെന്ന് കരുതുന്നു, ക്രിസ്ത്യാനികളെ പേടിപ്പിക്കാമെന്ന് കരുതുന്നു. നമ്മൾ പേടിക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് പറയണം. ഈ കുട്ടികളുടെ അമ്മമാർ അവരെ കൊന്നു കഴിഞ്ഞിട്ടും അവർ കരഞ്ഞു. പക്ഷേ ദൈവത്തിന് മുമ്പിലാണ് കരഞ്ഞത്. പേടിപ്പിക്കപ്പെടാനും ഭീഷണിപ്പെടുത്തപ്പെടാനും അവർ തയ്യാറല്ല. തങ്ങൾ രക്ഷിക്കാൻ ദൈവമുണ്ട് എന്നുള്ള പ്രത്യാശയിൽ നിലവിളിച്ച റാഹേൽ, ആ റാഹേലിൻ്റെ ഓർമ്മ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ധാരാളം മക്കൾ വേണം. കൊല്ലാനായിട്ട് പലതരത്തിലും ചുറ്റുവട്ടത്തും ആളുകൾ നടക്കുകയാണ്. അങ്ങനെ കൊല്ലപ്പെട്ടാൽ പോലും ദൈവജനത്തിൽ കുറവുണ്ടാകാതിരിക്കാൻ ഇപ്പം കല്യാണം കഴിക്കുന്നവർ കല്യാണം നീട്ടിവെക്കാൻ പാടില്ല, നേരത്തെ കല്യാണം കഴിക്കുക. ജോലിയും ജീവിതവും കല്യാണമൊക്കെ ഒരുമിച്ച് പോട്ടെ.
അല്ലാതെ പഠിപ്പ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും ആൾക്കാരെ കിട്ടാതെ വരും. അപ്പോൾ അത്രയൊന്നും നീട്ടിക്കൊണ്ട് പോകാതെ കർത്താവിൻ്റെ പദ്ധതിയോട് ചേർന്ന് പോകാൻ ഈ ദിവസം, അതും ഇതൊക്കെ ഒരു ഇതിൽ നിന്നുള്ളൊരു പാരന്തസിസാണ്, ഒരു അല്പം വിഷയമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഈ ദിവസമാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ദിവസമാണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത്. നിങ്ങൾക്കിത് ബോധ്യം വരുന്നെങ്കിൽ പരമാവധി ആളുകളേക്ക് ഇത് ചെയ്യാം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞാലൊന്നും ആൾക്കാർക്ക് ബോധ്യം വരില്ല. പക്ഷേ സാവകാശം ബോധ്യം വരുമെന്ന കാര്യം മറക്കാതിരിക്കുക. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.